ഈ യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുടെ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിൽ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തു, അതിലൊരുത്തൻ പിശാചാണ്. പിന്നെ അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു എന്ന് യേശു പറയുകയാണ്. നമുക്കറിയാം യേശു ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെല്ലാം നമുക്കറിയാം. ഇത് യേശു പറഞ്ഞത് യൂദാസ് ഇസ്കാരിയോത്തിനെ കുറിച്ചാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ യേശു ഒരു കാര്യം പറയുന്നതിന് യേശുവിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. നമുക്കറിയാം യേശു ഇന്ന് 2000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കാര്യം പറഞ്ഞത്. യേശു ഇന്ന് പ്രസന്റ് സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യം യേശു മുന്നമേ കണ്ടു. നമുക്കറിയാം ഈ യൂദ ഒരു പിശാചായിട്ടല്ല യേശു പറഞ്ഞത്, എന്നാൽ യൂദയിൽ ഉണ്ടായിരുന്ന പിശാചിൻ്റെ സ്വഭാവം യേശു കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. ഇവിടെ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ പൊസിഷൻ ഉറപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സ്റ്റാൻഡ് ഉറപ്പിക്കുന്നതിന് വേണ്ടി നാം ആയിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ പൊസിഷൻ ഉറപ്പിക്കുന്നതിന് വേണ്ടി നാം മറ്റാരും അറിയാതെ പലർക്കും 8ന്റെ പണി കൊടുക്കാറില്ലേ? എന്തിനു വേണ്ടി? നമ്മുടെ സ്റ്റാൻഡ് ഉറപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ 8ന്റെ പണി കൊടുക്കുക. ആ മനുഷ്യൻ പോലും 8ന്റെ പണി കിട്ടിയ വ്യക്തി പോലും അറിയാതെയാണ് നാം 8ന്റെ പണി കൊടുക്കുക. ഇത് നമ്മുടെ പിശാചിന്റെ സ്വഭാവമല്ലേ? ഇതാണ് യേശു മുന്നമേ മനസ്സിലാക്കിയതല്ല. 2000 വർഷങ്ങൾക്ക് മുന്നമേ മനസ്സിലാക്കി യേശു ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യമെല്ലാം എൻ്റെ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേട്ടോ, നീതിമാന്മാരുടെ രക്ഷ യഹോവയിങ്കൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. എന്താണ്? സങ്കീർത്തനം 37-ാം അധ്യായത്തിൽ പറയുകയാണ്, നീതിമാന്മാരുടെ രക്ഷ യഹോവയിങ്കൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവജനമേ, നീതിമാനെതിരായിട്ട് നാം കരം ഉയർത്തുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് പണി കിട്ടും. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം അത് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന, നീതിമാന്മാരുടെ രക്ഷ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ രക്ഷകനാണ്. ദുർഗമാകുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടകാലത്ത് അവൻ അവരുടെ രക്ഷകനാണ്. നമ്മൾക്കറിയാം വേദപുസ്തകത്തിനകത്ത് അനേക ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം ഹാമാൻ മോർദെഖായിക്കെതിരായി അവൻ എന്ത് ചെയ്തു? അവൻ ചില പദ്ധതികൾ ഒരുക്കി. അവിടെയുള്ള യഹൂദ വംശത്തെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി, ശൂഷൻ രാജധാനിയിലുള്ള യഹൂദ വംശത്തെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടി ഹാമാൻ ചില പദ്ധതികൾ ഒരുക്കി. അവൻ തൻ്റെ ഭവനത്തിൻ്റെ മുൻപിൽ തന്നെ, തൻ്റെ ഭവനത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം മോർദെഖായിയെ കഴുവിലേറ്റുന്നതിന് വേണ്ടി അവൻ ഒരുക്കി. അതിനുശേഷം എല്ലാ ദിവസവും അവൻ ചെന്ന് തൻ്റെ മുറ്റത്ത് നിന്ന് നോക്കുമായിരുന്നു. ഇതിനകത്ത് ഞാൻ മോർദെഖായിയെ കഴുവിലേറ്റാൻ പോകുന്ന മരമാണ്, ഇതിനകത്താണ് ഞാൻ മോർദെഖായി കഴുവിലേറ്റുന്നത് എന്ന് അവൻ നോക്കി തന്നെത്താൻ ആശ്വസിക്കുമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ഹാമാൻ ഹല്ലേലൂയ എന്ത് ചിന്തിച്ചുവോ മോർദെഖായിക്കെതിരായി, ആ നീതിമാനെതിരായി ഹാമാൻ എന്ത് ചിന്തിച്ചുവോ അത് അവന്റെ ജീവിതത്തിൽ അവർ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതും പോരാഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്, ആ ഭവനം പോലും എസ്തേറിനും കുടുംബത്തിനു വേണ്ടി, മോർദെഖായിക്കും വേണ്ടി ഒഴിയേണ്ടതായിട്ട് വന്നു. അതുപോലെ പിന്നെയും നമ്മൾക്കറിയാം, ഒരു ശൗല് ദാവീദിനെതിരായി പായുകയാണ്. ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പുറകാല നടക്കുകയാണ്. ദാവീദ് എന്താണ്? ഇവനെ ഭയന്നുകൊണ്ട് അവൻ ഓടുകയാണ്. ദാവീദിനറിയാം ഈ ശൗൽ ഒരു അഭിഷിക്തനാണ്, അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കുവാൻ അർഹതയില്ല, ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല എന്ന് ദാവീദിനറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് അവൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, ദൈവത്തെ വചനത്തെ ഭയപ്പെട്ടുകൊണ്ട്, ന്യായപ്രമാണത്തെ ഭയപ്പെട്ടുകൊണ്ട് അവൻ ഓട്ടുകയാണ്. കൊല്ലുവാൻ അവസരം കിട്ടിയിട്ട് പോലും അവൻ ഒന്നും ചെയ്യാതെ അവൻ ഓട്ടുകയാണ്. എന്നാൽ അവസാനം എന്തു സംഭവിച്ചു? ശൗല് ദാവീദിനെതിരായിട്ട് എന്തു വിചാരിച്ചു അത് അവന് സംഭവിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ,
എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീതിമാനെതിരായിട്ട് കരമുയർത്തുമ്പോൾ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ന്റെ പണി നമുക്ക് കിട്ടും. അവൻ നീതിമാനാണെങ്കിൽ, ഹല്ലേലൂയ, അതുകൊണ്ടാണ് ആ വചനം പറയുന്നത്. അവൻ ഹാമാന്റെ ഭാര്യ ഇപ്രകാരം പറയുന്നു, അവൻ യഹൂദനെങ്കിൽ നിനക്കവനെ ജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുപോലെ നീതിമാനായ വ്യക്തിക്കെതിരായി നാം കരമുയർത്തുമ്പോൾ അവൻ നീതിമാനാണെങ്കിൽ അവനെ നമ്മൾക്ക് ജയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ വചനം പറയുന്നത്, നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. ആമേൻ, സ്തോത്രം.